ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസിലുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ചിലർ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അതിവേഗം അങ്ങയുടെ അടുത്തേക്ക് എത്തുക? അങ്ങ് വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നബി അങ്ങയുടെ അടുത്തേക്ക് ആദ്യം വന്നു ചേരുക? ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങളിലേറ്റവും കൈ നീളമുള്ളവളാണ് എൻ്റെ അടുത്തേക്ക് ആദ്യം എത്തുക. നബി തങ്ങളുടെ ഭാര്യമാരെ ഒരു മുളം കമ്പെടുത്ത് കൈയിന്റെ നീളം അങ്ങനെ അളന്നു. സൗദാ ബീവി റളിയല്ലാഹു തആല അൻഹയായിരുന്നു കൈ നീളമുള്ളവൾ. പക്ഷേ വഫാത്തിന് ശേഷം പിന്നീട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാരിൽ ആദ്യം വഫാത്തായവളെ പറ്റി അറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഉദ്ദേശിച്ചത് അങ്ങനെ കൈ നീളമുള്ളവളല്ല, ധർമ്മമായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൈ നീളമുള്ളവൾ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഉദ്ദേശിച്ചത് ഏറ്റവും കൂടുതൽ ധർമ്മം കൊടുക്കുന്നതാരോ അവരാണ് എന്റെ വഫാത്തിന് ശേഷം എന്റെ അടുത്തേക്ക് ആദ്യം മരണപ്പെട്ടു വരിക എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം